വിശദമായി നോക്കാം. ഹണി റോസിനെതിരായ അധിക്ഷേപം മുൻകൂട്ടി തീരുമാനിച്ചുള്ളതല്ലെന്ന് ബോബി ചെമ്മണ്ണൂർ പോലീസിന് മൊഴി നൽകി. വിവാദ പരാമർശം ആ വേദിയിൽ മാത്രമായി പറഞ്ഞതാണ്. പരാമർശം വളച്ചൊടിക്കപ്പെട്ടു. 4 മാസം മുൻപ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ പരാതി നൽകിയതിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും മൊഴി. കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്ന് സെൻട്രൽ പോലീസ് അറിയിച്ചു. നിതിൻ സേവ്യറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകുക. നിതിൻ, എത്ര മണിയോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുക? ബോബി ചെമ്മണ്ണൂർ പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. ഈ അധിക്ഷേപ പരാമർശവുമായി ബന്ധപ്പെട്ട് എന്താണ് ബോബി മൊഴി നൽകിയിരിക്കുന്നത്? ദിവ്യ, നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തി എന്നുള്ള കുറ്റത്തിന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ നിലവിൽ ഈ എറണാകുളം സെൻട്രൽ സ്റ്റേഷനാണുള്ളത്. ഇന്നലെ വയനാട്ടിൽ നിന്ന് വൈകിട്ട് 7 മണിയോടെ കൊച്ചിയിലെത്തിച്ച ഇയാളെ ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയിരുന്നു. അതിനുശേഷം വിശദമായി തന്നെ ഇന്നലെ രാത്രി ഇയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 5 മണിക്ക് വീണ്ടും ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടുണ്ട്. 11 മണിയോടുകൂടി എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി ചോദ്യം ചെയ്തപ്പോൾ തന്നെ താൻ ഇത്തരമൊരു പരാമർശം നടത്തിയതിൽ അത് മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അത് ഇത്തരമൊരു സാഹചര്യത്തിൽ സാന്ദർഭികമായി നടത്തിയതെന്നാണ് ബോബി ചെമ്മണ്ണൂർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തൻ്റെ മൊഴി അല്ലെങ്കിൽ തൻ്റെ പരാമർശം അത് ഒരുപാട് യൂട്യൂബ് ചാനലും മറ്റും വളച്ചൊടിച്ചതാണ്. അത് ഒരുപാട് ഇങ്ങനെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടു നടക്കുമുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു പരാമർശത്തിൽ തനിക്ക് കുറ്റബോധമില്ല, അല്ലെങ്കിൽ താൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം നടിക്ക് എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തനിക്കതിൽ വിഷമമുണ്ടെന്നും താനതിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്നുമാണ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പോലീസ് കൂടുതൽ വകുപ്പുകൾ ഇയാൾക്കെതിരെ, ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്താനുള്ള തയ്യാറെടുപ്പിലാണ്. നിലവിൽ 2 വകുപ്പുകളാണ്, ജാമ്യം ലഭിക്കാത്ത 2 വകുപ്പുകളാണ് നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത്. BNS 75, പഴയ IPC 354 ആയിരുന്ന വകുപ്പാണ്. BNS 75 സ്ത്രീത്വത്തെ അവമാനിക്കുന്ന കുറ്റമാണ്. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഒപ്പം ആക്ടിലെ 67-ാം വകുപ്പും 2 വകുപ്പും ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. അപ്പോൾ കൂടുതൽ വകുപ്പുകൾ കഴിഞ്ഞ ദിവസം നടി ഹണി റോസിൻ്റെ രഹസ്യമൊഴി CJM കോടതിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലൊപ്പം ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി iPhone കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഈ ഫോൺ ഇന്ന് കോടതിയിൽ ഹാജരാക്കാം. ഇപ്പോൾ ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാകും കൃത്യമായി ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്ന് അടക്കമുള്ള കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുക. പ്രത്യേകിച്ച് FIR അടക്കം പറയുന്നുണ്ട്, ജാങ്കോ സ്പേസ് അടക്കമുള്ള ചില യൂട്യൂബ് ചാനലുകളിലൂടെ നടിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ FIR പറയുന്നുണ്ട്. ഒപ്പം ഇയാൾ തന്നെ പല രീതിയിൽ സർക്കുലേറ്റ് ചെയ്തുവെന്നും FIR പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്തി ജാമ്യം ലഭിക്കാതെ നോക്കാൻ തന്നെയാവും പോലീസ് ശ്രമിക്കുക. ഏതായാലും ഇന്ന് രാവിലെ 11 മണിക്കാണ് കോടതിയിൽ ബോബി അതുപോലെ തന്നെ നിതിൻ, ബോബി നൽകിയ ഒരു മൊഴി 4 മാസം മുൻപ് നടന്ന സംഭവമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ട്, പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. അപ്പോൾ ഇതേ കാര്യം തന്നെ ഉയർത്തി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതി വഴി ജാമ്യം തേടാനായിരിക്കുമോ ബോബി ചെമ്മണ്ണൂർ ശ്രമിക്കുക? തീർച്ചയായും നമ്മൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ ഒരു പരാമർശം മാത്രമല്ല, മറ്റ് പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇയാളുടെ ഫേസ്ബുക്ക് പേജിലടക്കം അപ്ലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ വിവിധ ഉദ്ഘാടന പരിപാടികളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അത് കൃത്യമായി വ്യക്തമായ രീതിയിൽ ഇയാൾക്ക് എതിരെ അല്ലെങ്കിൽ എപ്പോഴും അശ്ലീലം പരാമർശം അല്ലെങ്കിൽ ദ്വയാർത്ഥ പരാമർശങ്ങൾ കൃത്യമായി നടത്താറുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ദിവ്യ, ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന സെൻട്രൽ സ്റ്റേഷൻ SHO ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. അതായത് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ മുൻ പരിപാടികളിലടക്കം കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായി എപ്പോഴും ദ്വയാർത്ഥ പരാമർശങ്ങൾ അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അശ്ലീല ചുവയോട് നിറഞ്ഞ പരാമർശങ്ങൾ കൃത്യമായി ബോബി ചെമ്മണ്ണൂർ നടത്താറുണ്ട്. അപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് ഇത്തരം പരിപാടികളിൽ മുൻപ് പങ്കെടുത്ത അല്ലെങ്കിൽ മുൻപും ഇതുപോലെ അധിക്ഷേപം നേരിട്ട ലൈംഗിക ചുവയോടുള്ള അധിക്ഷേപം നേരിട്ട ആളുകളിൽ നിന്നും പരാതികൾ ലഭിക്കാൻ സാധിക്കുമോ എന്ന് പോലീസ് നോക്കുന്നുണ്ട്. കൂടുതൽ ശക്തമായ വകുപ്പുകൾ അല്ലെങ്കിൽ കൂടുതൽ പരാതികൾക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവരാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതിലൂടെ ജാമ്യം ലഭിക്കാതെ ബോബി ചെമ്മണ്ണൂരിനെ ഏതായാലും കസ്റ്റഡിയിൽ വാങ്ങുക എന്ന നീക്കമാണ് പോലീസ് നടത്തുന്നത്. ഏതായാലും ഇപ്പോൾ 11 മണിയോട് കൂടി തന്നെ ഈ കോടതിയിൽ ഹാജരാക്കും. ദിവ്യ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ 4 മാസം മുൻപ് നൽകിയൊരു പരാതിയിൽ ഇപ്പോൾ അത് പരാതി നൽകുന്നു. 4 മാസം മുമ്പ് നടത്തിയൊരു പരാമർശത്തിൽ ഇപ്പോൾ പരാതി നൽകിയതിൽ അതിൽ കൃത്യമായൊരു പൊരുത്തക്കേടുകളുണ്ട് അല്ലെങ്കിൽ ദുരൂഹതയുണ്ടെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടക്കം അല്ലെങ്കിൽ ഇവിടെ എത്തിയ ആരാധകരോടക്കം ബോബി ചെമ്മണ്ണൂരിൻ്റെ ആരാധകർക്ക്
ഒരുപാട് പേർ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ എത്തിയിരുന്നു. അവരോടൊപ്പം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഒന്നുമില്ല, ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നൊരു കേസാണ് എന്നാണ് പറഞ്ഞത്. കുറ്റബോധം ഒട്ടും ഈ ബോബി ചെമ്മണ്ണൂരില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തരം പരാമർശങ്ങൾ നിരന്തരമായി നടത്തുന്നില്ല, അദ്ദേഹത്തിന് കുറ്റബോധമില്ല. പക്ഷേ ജാമ്യം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വക്കീലിനുമുണ്ട്. നിതിൻ, ബോബി ചെമ്മണ്ണൂരിന് ഫോൺ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ടോ? ഇന്നത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഫോണിലൂടെ തന്നെ ഈ കുറ്റം സാധൂകരിക്കുന്ന തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണോ അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും അങ്ങനെയാണ് ഈ അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇയാളുടെ ഐഫോൺ, ബോബി ചെമ്മണ്ണൂർ ഉപയോഗിക്കുന്ന ഐഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും, ഫോറൻസിക് പരിശോധനയ്ക്കും. ഇതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്ന, അതായത് ഈ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ വിവിധ യൂട്യൂബ് ചാനലിലൂടെ അടക്കം നടിക്കെതിരെ മോശം അപകീർത്തികരമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കാൻ ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചു എന്നൊരു പരാതി എഫ്ഐആറിലുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയാണ് ഈ ഫോൺ പിടിച്ചെടുത്തിട്ടുള്ള പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് കോടതിയിൽ ഈ ഫോൺ ഹാജരാക്കും, അതിനുശേഷം ഫോറൻസിക് പരിശോധനയ്ക്കും. ഇന്ന് രാവിലെ ഈ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കൂടുതൽ വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്, ശക്തമായ വകുപ്പുകൾ. കാരണം നിലവിൽ ഈ രണ്ട് വകുപ്പുകൾ ജാമ്യമില്ലാത്ത വകുപ്പുകളാണെങ്കിലും ശക്തമായ, അല്ലെങ്കിൽ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളടക്കം തെളിയിക്കാനായില്ലെങ്കിൽ അത് ഒരുപക്ഷെ ജാമ്യം കിട്ടുന്നതിനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പുകൾ അത് കൃത്യമായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അത് ചുമത്തുക, കൂടുതൽ വകുപ്പുകൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുക എന്നാണ് പോലീസ് ശ്രമിക്കുന്നത്. ഏതായാലും വളരെ നാടകീയ നീക്കത്തിലൂടെയാണ് ഇന്നലെ രാവിലെ വയനാട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ ഒരുങ്ങവേ എസ്റ്റേറ്റിൽ നിന്ന് ഇയാളെ സെൻട്രൽ പോലീസ് സംഘം, ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് പോയ സെൻട്രൽ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ രാത്രി 7 മണിയോടുകൂടി ഇവിടെ എത്തിച്ചത്. 7:15 അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ സെൻട്രൽ സ്റ്റേഷനിൽ തന്നെയാണ് ഇന്നലെ രാത്രി മുഴുവൻ ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞത്. ഇന്ന് രാവിലെ വീണ്ടും വൈദ്യപരിശോധന നടത്തി 11 മണിക്ക് ഇയാളെ CJM കോടതിയിൽ ഹാജരാക്കും. ദിവ്യ.